ഇതൊരു ചെറിയ കാത്തുനിൽപ്പായിരുന്നു കേട്ടോ. പേരമരത്തിൻ്റെ ചോട്ടിൽ കുറച്ചധികം നേരം നിന്നോ എന്ന് ചോദിച്ചാൽ നിന്നു. കാരണം വേറൊന്നുമല്ല, കണ്ണൻ ആലപ്പുഴ പോയിരിക്കുമായിരുന്നു. അപ്പോൾ ഞാനങ്ങനെ വിളിച്ച് ശല്യം ചെയ്യാറൊന്നുമില്ല. പക്ഷേ എന്താണെന്നറിയില്ല, അന്ന് വിളിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ സമയപ്പോഴത്തേക്ക് ഞാൻ ഇനി എന്ത് പറ്റിയെന്ന് അറിയാൻ വേണ്ടി വിളിച്ചപ്പോഴത്തേക്ക് എനിക്ക് ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറയും. സത്യമായിട്ട് ഞാൻ വിചാരിച്ചത് ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ടാകും. കാരണം എനിക്ക് ബിരിയാണി ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പോൾ ഞാൻ ചോദിക്കുകയും ചെയ്തു എന്താണെന്ന് വെച്ചപ്പോൾ ഒന്നുമില്ല, വരുമ്പോൾ കാണുന്നു. അപ്പോഴാണ് എനിക്ക് ആ ക്യൂരിയോസിറ്റി അങ്ങ് വർദ്ധിച്ച് ഞാൻ ആ പേരമരത്തിൻ്റെ ചോട്ടിൽ തന്നെ നിൽപ്പ് തുടങ്ങിയത്. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായ എന്താന്ന്? ആദ്യം എനിക്ക് മനസ്സിലായില്ല കേട്ടോ. പിന്നെ മീനാന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് ഫ്രണ്ട് കൊടുത്തു വിട്ടതാണ്, ഭയങ്കര സ്നേഹത്തിൽ കൊടുത്തു വിട്ടാന്നൊക്കെ പറഞ്ഞു കേട്ടോ. ആ ചേട്ടന് 100 താങ്ക്സ്. വേറൊന്നുമല്ല, കുറേ നാളായിരുന്നേ മീൻ കൂട്ടിയിട്ട്. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരുന്നു ഞങ്ങളുടെ നാട്ടിൽ മീൻ കിട്ടുന്നില്ലെന്ന്. മീൻ കിട്ടുന്നില്ലെന്ന് വെച്ചാൽ മറ്റേ കണ്ടെയ്നർ എന്തൊക്കെ മറിഞ്ഞില്ലേ, അതേ പിന്നെ എനിക്ക് കടലിൽ നിന്നുള്ള മീൻ വാങ്ങിച്ചു തന്നില്ല. പിന്നെ ഈ കായൽ മീൻ മേടിക്കാൻ പോകാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ എണീറ്റ് പോകണം. അപ്പം നാളെ ആവട്ടെ എന്ന് വിചാരിക്കും. അതുമല്ല, പിന്നെ ഭയങ്കര മഴ. പിന്നെ ശരിക്കും നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഞങ്ങൾക്ക് മടിയാണ് മീനിൻ്റെ കാര്യത്തിൽ, എന്തിനായാലും മടിയാണ്. അപ്പോൾ എണീറ്റ് പോയി. പക്ഷേ പോയില്ല എന്നുണ്ടെങ്കിൽ ആ തണുപ്പത്തൊക്കെ പോകുന്നത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അങ്ങനെ മീൻ വെട്ടാൻ എനിക്കറിയാൻ പാടില്ലാത്തത് കൊണ്ട് അമ്മേനെ കൊണ്ട് വെട്ടിച്ചിട്ടാ. അപ്പം അമ്മേൻ്റെ അടുത്ത് ചോദിച്ചത് 2 ആക്കണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വേണ്ട, ഒറ്റ പീസാക്കിയാൽ മതി. ഒറ്റ പീസല്ല, മീൻസ് ഒറ്റ ഇതിൽ തന്നെ മതി എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഇങ്ങനെ വരഞ്ഞിട്ട് ഉപ്പും മഞ്ഞപ്പൊടിയും മുളകും ചേർത്തൊന്ന് വറുത്തു. നല്ല കോക്കനട്ട് ഓയിൽ തന്നെ വറുക്കണം കേട്ടോ. വീട്ടിൽ ആട്ടിച്ചെണ്ണ ആയതുകൊണ്ട് പ്രശ്നമില്ല. കടയിൽ നിന്ന് വാങ്ങിച്ച മറ്റേ സൺഫ്ലവർ ഓയിലൊന്നും വറുക്കരുത് കേട്ടോ. നല്ല കോക്കനട്ട് ഓയിൽ വറുക്കുക. എന്നിട്ട് ഇതുപോലെ ആ പാത്രത്തിൽ തന്നെ മസാല റെഡിയാക്കുക. കുറച്ച് തേങ്ങാപ്പാലും കൂടി ഒഴിച്ചിട്ടുണ്ടല്ലോ, അന്യായ രുചിയായിരിക്കും. ഇത് രുചിയില്ല എന്നല്ല, ഇത് ഭയങ്കര ടേസ്റ്റായിരുന്നു. ഞാൻ ഉണ്ടാക്കിയിട്ട് ഞാൻ സ്വന്തമായിട്ട് പറയുന്നതല്ല കേട്ടോ. നിങ്ങൾക്ക് കാണേണ്ട എക്സ്പ്രഷനൊക്കെ കാണുമ്പോൾ മനസ്സിലാവും. കാരണം ചപ്പാത്തി മറ്റേ റൊട്ടി പോലെ ഇരിക്കുന്നത്, മീൻ പക്ഷേ ഒരു രക്ഷയിലായിരുന്നു. കാരണം പുതിയതല്ല, ഫ്രഷ് മീനായതുകൊണ്ടായിരിക്കും. ഞാൻ മാറിനേറ്റ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഫ്രിഡ്ജ് വെച്ചല്ലാണ്ട് അങ്ങനെ കുറേ നേരം നമ്മളങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചെടുത്ത മീനൊന്നും അല്ലല്ലോ. അപ്പം തന്നെ ഉണ്ടാക്കിയത് കൊണ്ടായിരിക്കും. കാരണം വെട്ടുക, മാറിനേറ്റ് ചെയ്ത് വെക്കുക, കുറച്ച് നേരം വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. പക്ഷെ ഭയങ്കര ടേസ്റ്റായിരുന്നു. തേങ്ങാപ്പാലും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയായിരുന്നേ. ഇന്ന് തേങ്ങാപ്പാലിൻ്റെ ആവശ്യമൊന്നുമില്ല, അടിപൊളിയായിരുന്നു. പിന്നെ ഇതിന് മുന്നേ അയില വെച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോഴേ ഇതിൻ്റെ ടേസ്റ്റ് എനിക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഇനി ഇതുപോലത്തെ വീഡിയോസ് കാണാനായിട്ട് നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ.